യേശുവേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കു കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിതത്തിലെ പ്രവൃത്തികൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നമ്മിൽ പലരും വിജയം കണ്ടെത്തുന്നതിൽ പിൻപിലാണ്, അഥവാ സമാധാനമില്ലാതെ വലയുന്നവരാണ്. ഇതിനൊരു കുറുക്കുവഴിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വഴിയാണ്. ഞാൻ ഈ ദൈവമാർഗം അല്ലെങ്കിൽ ദൈവവചനം ഒക്കെ അത്ര വലിയ കാര്യമായൊന്നും എൻ്റെ ജീവിതത്തിലെ അധികം കാലവും ചിന്തിച്ചിരുന്നില്ല, അതിനെ അങ്ങനെ കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്, നിരവധി. ഇതിലൊന്നും എനിക്ക് വിജയമോ സമാധാനമോ സന്തോഷമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ ഈ തിരുവചനങ്ങളുടെ അർത്ഥം പഠിക്കുവാൻ ശ്രമിക്കുകയും ദൈവം എന്ന ഒരു സർവശക്തനായ സ്രഷ്ടാവ് നമുക്കുണ്ട്, ആ സ്രഷ്ടാവിൻ്റെ പ്രതിരൂപമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു എനിക്കും മനുഷ്യവർഗത്തിനെല്ലാവർക്കും വേണ്ടി സ്വന്തം പീഡകൾ സഹിച്ച് കുരിശിൽ പിടഞ്ഞു മരിച്ചവനാണ് എന്ന ബോധ്യം എനിക്ക് വന്നപ്പോൾ മുതൽ
ഞാൻ ഈ തിരുവചനങ്ങളുടെ പൊരുൾ ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അത് ചാലിച്ചു ചേർക്കാനും ശ്രമിച്ചപ്പോൾ മുതൽ എനിക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചു. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്കും ആ സമാധാനം, ആ വിജയം ലഭിക്കണം. അതിന് നിങ്ങൾ ഏത് ജാതിയായാലും ഏത് മതസ്ഥരായിരുന്നാലും പ്രശ്നമില്ല. നിങ്ങൾ ദൈവവചനം സ്വന്തമാക്കുകയും യേശു എന്നൊരു ചരിത്രപുരുഷൻ, ചരിത്രം അംഗീകരിക്കുന്ന വ്യക്തിയാണ്, അതൊരു മതത്തിൻ്റെ വക്താവല്ല. അതുകൊണ്ട് ആ യേശുവിനെ അറിയുവാൻ ശ്രമിക്കുകയും ആ യേശുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഏവർക്കും സമാധാനം നിറയട്ടെ.